ഈ പെണ്ണ് ഒരു ഡ്രസ്സിലുള്ള നൂല് കെട്ടിയത് ആ ഡ്രസ്സ് ലിന്നിന്റെ കയ്യിൽ കൊടുക്കുന്നു. കാരണം ലിന്നും അവളുടെ ഹസ്ബൻഡും വിവാഹശേഷം ആദ്യമായി രാജാവിനെ കാണാൻ പോവുകയാണ്. ലിന്നിനെ രാജാവിന് മുന്നിൽ നാണം കെടുത്തുന്നതിനായാണ് അവൾ മനഃപൂർവ്വം അത് ചെയ്തത്. പക്ഷെ അതറിയാതെ ലിൻ അത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു വാങ്ങുന്നു. അതേസമയം അവൾ അത് ഇട്ടുകൊണ്ട് വന്നതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവൾ വളരെയധികം സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നു. ലിന്നും ഹസ്ബൻഡും രാജാവിനെ കാണാൻ പുറപ്പെടുന്നു. അവർ രണ്ടുപേരും രാജാവിനെ കാത്തിരിക്കുമ്പോൾ ലിന്നിന്റെ ഹസ്ബൻഡ് ആ കട്ടായ നൂല് നോട്ട് ചെയ്യുന്നു. ലിൻ ഉടനെ അത് വലിച്ചെടുക്കുന്നു. നോക്കുമ്പോൾ അവൾ ആ നൂല് വലിച്ചതും മറ്റൊരു നൂൽ പുറത്തേക്ക് വരുന്നു. അത് കാരണം ടെൻഷനായ ലിൻ ആ നൂല് വലിച്ചതും ഒന്നിനു പുറകെ ഒന്നായി വന്ന് ഒരു ഘട്ടത്തിൽ എല്ലാ എംബ്രോയിഡറിയും ഊരി വരുന്നു. അപ്പോൾ അത് കണ്ട് ഷോക്കായ ലിന്നിന്റെ ഹസ്ബൻഡ് രാജാവിനെ ഇത്രയും സിമ്പിളായ ഡ്രസ്സും ഇട്ട് മീറ്റ് ചെയ്യുന്നത് മര്യാദയല്ലെന്ന് പറഞ്ഞ് വേറെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നു. പക്ഷെ അവരുടെ മാൻഷൻ വളരെയധികം ദൂരെ ആയതുകൊണ്ട് ലിൻ സമയമില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് പെയിന്റ് കണ്ടവൾക്ക് ഒരു ഐഡിയ തോന്നുന്നു. അടുത്ത നിമിഷം തന്നെ അവൾ ആ കോട്ടൂരി അതിൽ ഭംഗിയായി പെയിന്റിംഗ് ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം ലിന്നിന്റെ ഹസ്ബൻഡ് രാജാവ് ഇത് തീർച്ചയായും നോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ലിൻ അത് ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നു. അതിനുശേഷം അവർ രാജാവിനെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാജാവ് അവളുടെ ഡ്രസ്സ് നോട്ട് ചെയ്ത് ഡ്രസ്സിൽ പെയിന്റിംഗ് ചെയ്യുന്നത് പുതിയ ട്രെൻഡാണോ എന്ന് ചോദിക്കുന്നു. അതിന് ലിൻ നാട്ടിൽ ദാരിദ്ര്യമുണ്ടായപ്പോൾ ഒത്തിരി പേർ ഫുഡിന് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടി. അപ്പോൾ അവരെ സഹായിക്കുന്നതിനായി എന്റെ ഫാമിലിയിലുള്ളവർ കോസ്റ്റ്ലി ആയ സിൽക്ക് നൂലുകൾ യൂസ് ചെയ്യുന്നത് നിർത്തിയെന്ന് പറയുന്നു. അത് കേട്ട രാജാവിന് അവരെ വളരെയധികം ഇഷ്ടമാവുന്നു. അവരെ പ്രശംസിച്ചത് മാത്രമല്ലാതെ രാജാവ് വളരെയധികം വിലപിടിപ്പുള്ള തുണിത്തരങ്ങൾ അവർക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു.